നേമം താലൂക്ക് ആശുപത്രിയുടെ കുഷ്ഠനിവാരണ വീഡിയോവിലോട്ട് സ്വാഗതം. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ ബാധിക്കുന്ന ബാക്ടീരിയ അണുബാധയാണ് ഹാൻസൻസ് രോഗം എന്നും അറിയപ്പെടുന്ന കുഷ്ഠം. എന്താണ് കുഷ്ഠരോഗം? മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഹാൻസൻസ് രോഗം എന്നും അറിയപ്പെടുന്ന കുഷ്ഠം. കുഷ്ഠരോഗം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും ഗുരുതരമായ വൈകല്യങ്ങൾ തടയാനും സംക്രമണ നിരക്ക് കുറക്കാനും കഴിയും. കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുഷ്ഠരോഗത്തിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണം വിളറിയതോ ചുവപ്പ് കലർന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ ചർമ്മത്തിന്റെ നികേതാണ്. ഈ നികേത് പലപ്പോഴും മരവിപ്പുള്ളവയാണ്. കൂടാതെ സ്പർശനമോ ചൂടോ വേദനയോ സംവേദനക്ഷമത കുറയുന്നു. പേശികളുടെ ബലഹീന, കൈകളിലും കാലുകളിലും മരവിപ്പ് അല്ലെങ്കിൽ ഇക്കിളി, ഞരമ്പുകൾ കട്ടിയുള്ളതോ വലുതോ ആയ ലക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടാം. കൂടുതൽ ഗുരുതരമായ കേസുകളിൽ കുഷ്ഠരോഗം നഖം പോലെയുള്ള കൈകൾ, കാലുകൾ വീഴ്ത്തൽ, മുഖവികൃതമാക്കൽ തുടങ്ങിയ വൈകല്യങ്ങൾക്ക് ഇടയാക്കും. കുഷ്ഠരോഗം സാവധാനത്തിൽ പുരോഗമിക്കുന്ന ഒരു രോഗമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അണുബാധയ്ക്ക് ശേഷം വർഷങ്ങളോളം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടില്ല. കൂടുതൽ സങ്കീർണതകൾ തടയുന്നതിനും രോഗം പകരുന്നത് തടയുന്നതിനും നേരത്തെയുള്ള കണ്ടെത്തലും ചികിത്സയും നിർണായകമാണ്. അതിനാൽ ഈ ലക്ഷണങ്ങളിലേതെങ്കിലും നിരീക്ഷിക്കുകയാണെങ്കിൽ ശരിയായ രോഗനിർണയത്തിനും മാനേജ്മെന്റിനും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. കുഷ്ഠരോഗത്തെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം? ഭേദമാക്കാവുന്ന ഒരു അവസ്ഥയാണെങ്കിലും വൈകല്യങ്ങളും സങ്കീർണതകളും തടയുന്നതിന് നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും നിർണായകമാണ്. ഡാപ്സോൺ, റിഫാംബിസിൻ, ക്ലോഫാസിമിൻ എന്നീ 3 ആന്റിബയോട്ടിക്കുകൾ സംയോജിപ്പിക്കുന്ന മൾട്ടിഡ്രഗ് തെറാപ്പി (MDT) ആണ് കുഷ്ഠരോഗത്തിനുള്ള പ്രാഥമിക ചികിത്സ. മുറിവ് പരിചരണം, ഫിസിയോതെറാപ്പി, സാമൂഹികവും മാനസികവുമായ പിന്തുണയ്ക്കുള്ള കൗൺസിലിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ചില സന്ദർഭങ്ങളിൽ രോഗം മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾ ശരിയാക്കാൻ പുനർനിർമ്മാണ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. സ്ഥിരമായ വൈകല്യങ്ങൾ തടയുന്നതിനും രോഗവ്യാപന നിരക്ക് കുറയ്ക്കുന്നതിനും നേരത്തെയുള്ള രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും നിർണായകമാണ്. കുഷ്ഠരോഗം പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ചികിത്സിക്കാത്ത കുഷ്ഠരോഗം കണ്ണ്, മൂക്ക്, ശ്വസനവ്യവസ്ഥയെപ്പോലും ബാധിക്കും. ഇത് അന്ധക്യം, ശ്വസന വൈകല്യങ്ങൾക്കും കാരണമാകും. ഡയഗ്നോസ്റ്റിക് രീതി: സ്കിൻ ബയോപ്സി. എങ്ങനെയാണ് കുഷ്ഠരോഗം പടരുന്നത്? രോഗബാധിതനായ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഈ തുള്ളികൾ പുറത്തുവരുന്നു. ഇത് ബാക്ടീരിയയെ മൂക്കിലൂടെയോ വായിലൂടെയോ ശരീരത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു. എന്നിരുന്നാലും കുഷ്ഠരോഗം വളരെ പകർച്ചവ്യാധിയല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മിക്ക ആളുകൾക്കും ഈ രോഗത്തിന് സ്വാഭാവിക പ്രതിരോധശേഷിയുണ്ട്. കുഷ്ഠരോഗത്തിന്റെ വ്യാപനത്തിന് കാരണമാകുന്ന ഘടകങ്ങളെ നിർണ്ണയിക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ്. കുഷ്ഠരോഗം പടരുന്നത് എങ്ങനെ തടയാം? കുഷ്ഠരോഗത്തിന്റെ വ്യാപനം തടയുന്നതിന് നിരവധി നടപടികൾ കൈക്കൊള്ളാം. പതിവായി കൈകഴുകൽ, മലിനമായ വസ്തുക്കൾ ശരിയായ രീതിയിൽ നീക്കം ചെയ്യൽ, വൃത്തിയുള്ള ജീവിത സാഹചര്യങ്ങൾ എന്നിവ പോലുള്ള നല്ല ശുചിത്വ സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് രോഗം പടരുന്നത് തടയാൻ സഹായിക്കും. രോഗം ബാധിച്ച വ്യക്തികൾക്ക് നേരത്തെയുള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പ്രവേശനം നൽകേണ്ടത് അത്യാവശ്യമാണ്. വൈദ്യസഹായം സുഗമമായി ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ വ്യക്തികൾക്ക് ഉടനടി ചികിത്സ ലഭിക്കും. അണുബാധ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത കുറക്കുന്നു. മാത്രമല്ല, രോഗബാധിതനായ വ്യക്തിയുമായി സമ്പർക്കം പുലർത്തിയേക്കാവുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനും കോൺടാക്ട് ട്രേസിംഗും നിരീക്ഷണവും അത്യാവശ്യമാണ്. അപകടസാധ്യതയുള്ളവരെ വേഗത്തിൽ വേർതിരിച്ച് ചികിത്സിക്കുന്നതിലൂടെ കൂടുതൽ പകരുന്നത് തടയാൻ ഇത് സഹായിക്കുക. കുഷ്ഠരോഗത്തിനുള്ള പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ്? കുഷ്ഠരോഗത്തിനുള്ള പ്രതിരോധ നടപടികളിൽ രോഗവ്യാപനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളുടെ സംയോജനം ഉൾപ്പെടുന്നു. പ്രാഥമിക പ്രതിരോധ നടപടികളിലൊന്ന് കുഷ്ഠരോഗ കേസുകൾ നേരത്തെയുള്ള രോഗനിർണയവും വേഗത്തിലുള്ള ചികിത്സയുമാണ്. ഇത് കൂടുതൽ പകരുന്നത് തടയാൻ സഹായിക്കുന്നു. സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈകഴുകുന്നത് പോലുള്ള നല്ല വ്യക്തിഗത ശുചിത്വ സമ്പ്രദായങ്ങൾ പാലിക്കുന്നത് രോഗം പിടിപെടാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കും. നന്ദി, നമസ്കാരം.